ഈ രാജ്യത്ത് ജീവിക്കുന്ന കോടാനുകോടി മനുഷ്യരുടെ മനുഷ്യാവകാശങ്ങൾ ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ മുൻപും പിന്നുമായി ഈ രാജ്യത്ത് മനുഷ്യാവകാശത്തിന്റെ ശിരച്ഛേദം നടത്തിയിട്ട് ഇന്ത്യയെ നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകാനാണ് പരിശ്രമിക്കുന്നത്? നിങ്ങളുടെ പരിശ്രമങ്ങൾ ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് ബോധ്യം. എവിടേക്കാ നിങ്ങൾ ഇന്ത്യയെ കൊണ്ടുപോകുക? നിങ്ങളുടെ ബാക്ക്ബോൺ സംഘപരിവാർ RSS, അത് മോഡി ആയാലും അമിത്ഷാ ആയാലും ആദിത്യനാഥ് ആയാലും ഏതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിലേക്ക് വരുന്നു, ആഭ്യന്തരമന്ത്രി കസേരയിലേക്ക് വരുന്നു എന്നതല്ല പ്രശ്നം. നിങ്ങളുടെ ബാക്ക്ബോൺ ഈ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ബാക്ക്ബോൺ അത് സംഘപരിവാറാണ്. അവരുടെ രീതിശാസ്ത്രം, അവരുടെ പ്രത്യയശാസ്ത്രം, അവരുടെ നിയമമാണ്, അവരുടെ നിയമ സംഹിതകളാണ് ഈ രാജ്യത്ത് ഭരണം ഉപയോഗപ്പെടുത്തി ഈ ഗവൺമെന്റ് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് അവരുടെ നീതിശാസ്ത്രം? 925 രൂപീകരിക്കപ്പെട്ട സംഘടന RSS അവരുടെ സർസംഘചാലകം പ്രഖ്യാപിച്ചില്ലേ 2 വർഷക്കാലം മുമ്പ്? 2025 ഞങ്ങൾ രൂപീകരിച്ചിട്ട് 100 വർഷക്കാലം പിന്നിടുകയാണ്. 100 വർഷക്കാലം പിന്നിടുമ്പോഴേക്കും ഈ ഇന്ത്യയെ ഞങ്ങൾ ഒരു മതരാഷ്ട്രമാക്കി മാറ്റും. ഏത് രാഷ്ട്രം? ഞങ്ങൾ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റും. 2025 ഈ രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ സംഘപരിവാർ പ്രഖ്യാപിച്ച് മുന്നോട്ട് നീങ്ങുമ്പോ ആ ഹിന്ദു രാഷ്ട്ര പ്രഖ്യാപനത്തിൽ ആരാണ് ഇതിന്റെ ശത്രുക്കൾ? ആ ഹിന്ദു രാഷ്ട്ര പ്രഖ്യാപനത്തിന്റെ വെല്ലുവിളികൾ, ആ ഹിന്ദു രാഷ്ട്ര പ്രഖ്യാപനത്തിന് തടസ്സം, ആ തടസ്സങ്ങളെയാണ് RSS, ആ തടസ്സങ്ങളെയാണ് BJP നിയമം ഉപയോഗപ്പെടുത്തി, ഭരണം ഉപയോഗപ്പെടുത്തി ഇല്ലായ്മ ചെയ്യാൻ തീരുമാനിക്കും, ഇല്ലാതാക്കാൻ തീരുമാനിക്കും. അതിനാണ് അവർ ഇപ്പോൾ ദേശീയ പൗരത്വ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുന്നത്. എന്തിനാണ് നിങ്ങൾ കൊണ്ടുവരിക? നിങ്ങൾ രാജ്യവ്യാപകമായി NRC നടപ്പിലാക്കാൻ തീരുമാനിക്കുകയാണ്. എന്താ NRC? നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ. ഈ രാജ്യത്തൊരു ദേശീയ പൗരത്വ പട്ടിക നിങ്ങൾ തയ്യാറാക്കുക. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത്തരമൊരു സംഭവം ഉണ്ടായപ്പോൾ ആദ്യം പ്രഖ്യാപിച്ചു ഇതൊരു മതപരമായ പ്രശ്നമല്ല, ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെയുള്ള കടന്നുകയറ്റമാണ്, സാധ്യമായതെല്ലാം ചെയ്യാം. പ്രതിപക്ഷ നേതാവുമായി ആലോചിച്ചു. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ യോജിച്ച സമരം നടത്തി. ആ യോജിച്ച സമരത്തിന്റെ ആവേശമായിരുന്നു, ആ യോജിച്ച സമരത്തിന്റെ അലയൊലികൾ ഈ രാജ്യത്തിലെ ഫാസിസ്റ്റ് ഗവൺമെന്റിന്റെ അക്രമോത്സുകമായ നീക്കങ്ങൾക്കെതിരായ കുന്തമുനയായി കേരളം മാറിയത് ആ യോജിച്ച നിലപാടിന്റെ ഭാഗമായി കേരള നിയമസഭ പ്രത്യേകമായി സവിശേഷമായി വിളിച്ചു. അങ്ങനെ സവിശേഷമായി വിളിച്ചുകൂട്ടുന്ന ആദ്യത്തെ നിയമസഭയായി കേരളം മാറി. യോജിച്ച പ്രക്ഷോഭം, ആ യോജിച്ച പ്രക്ഷോഭത്തിന്റെ ഭാഗമായി യോജിച്ച പ്രമേയം കൊണ്ടുവന്നു. ഗവർണർ ചോദിക്കുന്നുണ്ട്, അങ്ങനെ കൊണ്ടുവരാൻ അവകാശമുണ്ടോ? സുപ്രീം കോടതി പരിഗണിക്കാണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തിയ ഒരു വിഷയത്തിനകത്ത് അങ്ങനെ നിയമസഭയ്ക്ക് സവിശേഷമായി പ്രമേയം കൊണ്ടുവരാൻ അധികാരമുണ്ടോ? അധികാരമുണ്ട്. ഒരാളും ഈ നാട്ടിലെ ജനപ്രാതിനിധ്യത്തിന്റെ മുകളിലല്ല നിയമനിർമ്മാണ സഭയ്ക്ക് അധികാരമുണ്ട്. ഞങ്ങൾ ചട്ടം 118 അനുസരിച്ചാണ് ഈ രാജ്യത്ത് ഒരു ഫെഡറൽ സംസ്ഥാനത്ത് ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ നിയമസഭ സവിശേഷമായി കൂടാൻ തീരുമാനിച്ചത്. നിയമസഭ ചേരാൻ അനുവാദം കൊടുക്കേണ്ടത് ഗവർണറല്ല, നിയമസഭ ചേരാൻ അനുവാദം കൊടുക്കേണ്ടത് സ്പീക്കറാണ്. സ്പീക്കർ അനുമതിയോടുകൂടിയാണ് കേരളത്തിലെ നിയമസഭയിൽ ചട്ടം 120 അനുസരിച്ച് പ്രമേയം പാസ്സാക്കിയത്. അതൊരു നിയമമല്ല പാസ്സാക്കിയിട്ടുള്ളത്. നിങ്ങൾ പാസാക്കിയ തെറ്റായ നിയമത്തിനെതിരായി, നിയമ ഭേദഗതിക്കെതിരായി ഈ കേരളം കൊണ്ടുവന്ന യോജിച്ച പ്രമേയമാണ്. ആ പ്രമേയത്തിന്റെ പിന്നാലെ ഈ രാജ്യം ഉറ്റുനോക്കി വ്യത്യസ്തമായ സംസ്ഥാനങ്ങൾ ആ പ്രമേയത്തെ പിന്തുണച്ചു. തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലെ നേതാവ് സ്റ്റാലിൻ പറഞ്ഞു, ഞങ്ങൾ ഈ പ്രമേയത്തെ അംഗീകരിക്കുന്നു, ഈ മാതൃക രാജ്യവ്യാപകമായി ഉണ്ടാവണം. നാം ഒരുമിച്ച് പാസാക്കിയ പ്രമേയം ഇന്ത്യയിൽ BJP ഒഴികെയുള്ള സംസ്ഥാനങ്ങൾ പാസാക്കാൻ നമ്മൾ ആശയം മുന്നോട്ട് വെച്ചു. പഞ്ചാബിൽ മുഖ്യമന്ത്രി ആ പ്രമേയം പാസാക്കുന്നതിലേക്ക് മാറുകയാണ്. ഇത് യോജിച്ച് നടത്തേണ്ട പ്രക്ഷോഭമാണ്. എന്തുകൊണ്ടാണ്? ഇത് ഇന്ത്യൻ ഭരണഘടനയെ തകർക്കലാണ്. RSSന്റെ ഹിന്ദു രാഷ്ട്ര നിർമ്മിതിക്ക് വിഘാതമായി രാജ്യത്ത് എന്തൊക്കെയുണ്ടോ അവരെയെല്ലാം ഇല്ലാതാക്കലാണ്. അതിനാണ് ദേശീയ പൗരത്വ പട്ടിക ഈ രാജ്യത്ത് അവർ കൊണ്ടുവരുന്നത്. ദേശീയ പൗരത്വ പട്ടിക ഇന്ത്യയിൽ ആദ്യം ഈ ഗവൺമെന്റ് നടപ്പിലാക്കിയ സംസ്ഥാനത്തിന്റെ പേരാണ് അസം. ഇവിടെ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്,
ഈ രാജ്യത്ത് ജീവിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ പൗരത്വത്തിന് ഈ നിയമ ഭേദഗതി ഒരു പ്രശ്നമാണോ? ഇന്ത്യയിൽ ജീവിക്കുന്ന പൗരനായിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന്റെ പൗരത്വം ഇതിന്റെ ഭാഗമായി നഷ്ടപ്പെടുമോ? നിങ്ങൾ ആരോടാണ് ചോദിക്കുക? നിങ്ങൾ ദേശീയ പൗരത്വ പട്ടിക ആദ്യം നടപ്പിലാക്കി ആസാമിലേക്ക് നോക്കൂ. നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ നടപ്പിലാക്കിയ സ്റ്റേറ്റ് 19 ലക്ഷം മനുഷ്യർ പൗരത്വ പട്ടികയ്ക്ക് പുറത്തേക്ക് പോയി. പൗരത്വ പട്ടികയ്ക്ക് പുറത്തേക്ക് അതിൽ 14 ലക്ഷത്തിലടുത്ത ആളുകൾ ഹിന്ദുക്കളാണ്. 5 ലക്ഷത്തോളം ആളുകൾ ന്യൂനപക്ഷങ്ങൾ. എങ്ങനെ പോയി അവർ? നിങ്ങൾ പറയുന്ന മാനദണ്ഡത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാനുള്ള രേഖകൾ സമർപ്പിക്കാത്തതിന്റെ ഭാഗമായി. അതിന്റെ അർത്ഥം രേഖ സമർപ്പിക്കാത്തവരുടെ കുറ്റമല്ല, അപ്രായോഗികമായ മാനദണ്ഡങ്ങൾ. ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാൻ ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഒരു രേഖയും മതിയാവാത്ത സാഹചര്യം. നിങ്ങളുടെ ആധാർ കാർഡിന് പ്രാപ്യമാണോ? അല്ല. നിങ്ങളുടെ റേഷൻ കാർഡിലെ പേര് പൗരത്വത്തിന് പ്രാപ്യമാണോ? അല്ല. നിങ്ങൾ ലോകരാജ്യങ്ങൾ സ്വീകരിക്കുന്ന പാസ്പോർട്ട് പൗരത്വത്തിന് മതിയാകുമോ? പോരാ. നിങ്ങളുടെ തിരിച്ചറിയൽ കാർഡ് പൗരത്വത്തിന് മതിയാകുമോ? പോരാ. നിങ്ങളുടെ റേഷൻ കാർഡ് പൗരത്വത്തിന് മതിയാകുമോ? പോരാ. പിന്നെ ഞങ്ങൾ എന്ത് രേഖയാണ് ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ പൗരന്മാരാണ് തെളിയിക്കാൻ നൽകേണ്ടത്? ഞങ്ങളുടെ പൂർവികർ, നമ്മൾ ഒന്നാണ്. നമ്മുടെ പൂർവികർ 971 മുൻപ് നമ്മുടെ പൂർവികരിൽ ഒരാൾ ഈ രാജ്യത്ത് ജീവിച്ചിരുന്നവരായിരുന്നു തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നരേന്ദ്രമോദി ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാക്കണം. അല്ലാത്തവർ പൗരത്വ പട്ടികയ്ക്ക് പുറത്താണ്. അങ്ങനെ പുറത്തു പോയവന്റെ എണ്ണമാണ് അസാമിൽ 19 ലക്ഷം. അതിൽ 14 ലക്ഷം ഹിന്ദുക്കളാണ്, 5 ലക്ഷം മുസ്ലിങ്ങളാണ്. അസം ഹൈക്കോടതിന് മുമ്പിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ആ മനുഷ്യന്റെ പേര് മുഹമ്മദ് സനാഉള്ള ഖാൻ എന്നാണ്. ആരാണ് മുഹമ്മദ് സനാഉള്ള ഖാൻ? ഇന്ത്യയിലെ ഏതെങ്കിലും മുസ്ലിമിന്, ഇന്ത്യയിലെ ഏതെങ്കിലും ന്യൂനപക്ഷത്തിന് ഇതിന്റെ ഭാഗമായി പൗരത്വം നിഷേധിക്കപ്പെടുമോ എന്ന് ചോദിക്കുന്ന BJP-ക്കാർ, എന്ന് ചോദിക്കുന്ന മോഡി. നിങ്ങൾ കാണുന്ന മുഹമ്മദ് സനാഉള്ള ഖാനെ. ആരാണ് അയാൾ? മുഹമ്മദ് സനാഉള്ള ഖാൻ അസാം ഹൈക്കോടതിയുടെ മുമ്പിൽ വന്ന് തനിക്ക് രാജ്യം നൽകിയ ഒരു യൂണിഫോം ഉണ്ട്. അത് പട്ടാളക്കാരന്റെ യൂണിഫോം. ആ യൂണിഫോമിൽ രാജ്യം കൊടുത്ത ഒരു മെഡലുണ്ട്. അത് വിശിഷ്ട സേവാ മെഡലാണ്. അത് കുത്തി മുഹമ്മദ് സനാഉള്ള ഖാൻ ഈ രാജ്യത്തോട് ചോദിച്ചു, ഞാൻ ഇന്ത്യൻ പൗരനല്ലെങ്കിൽ പിന്നെ ആരാണ് ഇന്ത്യൻ പൗരൻ? ആരാണ് മുഹമ്മദ് സനാഉള്ള ഖാൻ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുമ്പോ ഈ രാജ്യത്തിന് വേണ്ടി വെടിയുണ്ടകൾ ഏറ്റുവാങ്ങി മരണം വരിക്കാൻ ധീരമായി ഇന്ത്യൻ സൈനിക വേഷമണിഞ്ഞ് ഇന്ത്യക്ക് വേണ്ടി, എന്റെ മാതൃരാജ്യമായ ഇന്ത്യക്ക് വേണ്ടി പാകിസ്ഥാനെതിരായ യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത സൈനികന്റെ പേര്, ലഫ്റ്റനന്റിന്റെ പേര്, അയാളുടെ പേരാണ് മുഹമ്മദ് സനാഉള്ള ഖാൻ. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തിയിലുള്ള ടൈഗർ ഹിൽസ് പിടിച്ചടക്കാൻ ഇന്ത്യ നിയോഗിച്ച പട്ടാളക്കാരിൽ ഒരുവന്റെ പേര് മുഹമ്മദ് സനാഉള്ള ഖാൻ. ഒരുപക്ഷെ വെടിയേറ്റ് മരിച്ചു പോയിരുന്നെങ്കിൽ ഈ രാഷ്ട്രം ആദരിക്കുമായിരുന്ന മനുഷ്യൻ. പക്ഷെ ഇന്ത്യ യുദ്ധം ജയിച്ചു. ആ യുദ്ധത്തിന്റെ ഭാഗമായി വിശിഷ്ട സേവാ മെഡൽ കിട്ടി. നിങ്ങൾ നോക്കൂ, ആസാമിൽ ആ സൈനികൻ ഇന്ന് ഇന്ത്യൻ പൗരനല്ല. ഞങ്ങൾ ആരോടാണ് പൗരത്വത്തിന് ഇവിടെ പറയുകയാണ്? നിങ്ങളുടെ പൗരത്വത്തിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല. അങ്ങനെ പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരം? നിങ്ങൾക്ക് എന്ത് അവകാശം? ഞങ്ങൾ ഇവിടെ ജനിച്ചവർ, നിങ്ങളും ഇവിടെ ജനിക്കുന്നവർ, ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നവർ, നിങ്ങളും ഇവിടെ ജീവിക്കുന്നവർ, ഇവിടെ ജനിച്ച ഞങ്ങൾക്ക്, ഇവിടെ ജീവിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ പൗരത്വത്തിന് ഇവിടെ സാധുതയുണ്ടെന്ന് സർട്ടിഫിക്കറ്റ് നൽകാൻ നിങ്ങളാര്? നിങ്ങളും ഇവിടെ ജനിച്ചവർ മാത്രമാണ്, നിങ്ങളും ഇവിടെ ജീവിക്കുന്നവർ മാത്രമാണ്. ഞങ്ങൾക്ക് മുകളിൽ എന്ത് വിശിഷ്ടമായ അധികാരവും അവകാശവുമാണ് RSS-ന് BJP-ക്കുള്ളത്? ഒന്നുമില്ല. നിങ്ങളും പൗരന്മാർ, ഞങ്ങളും പൗരന്മാർ. ആരുടെയും പൗരത്വം നഷ്ടപ്പെടില്ല. നിങ്ങൾ നോക്കൂ, ആസാമിൽ ഒരു മനുഷ്യൻ, ഇന്ത്യയിൽ ജനിച്ച മനുഷ്യൻ, ഇന്ത്യൻ പൗരനായി നിൽക്കുന്ന മനുഷ്യൻ, അയാൾക്ക് എത്രത്തോളം ഉയരാം? ഈ രാജ്യത്ത് ഉയരാൻ കഴിയുന്ന സവിശേഷമായ സ്ഥാനമുണ്ട്. അത് പരമാവധി ഉയർന്നു പോയാൽ അത് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. നിങ്ങൾക്കറിയുമോ ഫഖ്റുദ്ദീൻ അലി അഹമ്മദിനെ? ഇന്ത്യൻ രാഷ്ട്രപതിയായ ഫഖ്റുദ്ദീൻ അലിയെ
നിങ്ങൾ ദേശീയ പൗരത്വ രജിസ്റ്റർ ഈ രാജ്യത്ത് നടപ്പിലാക്കിയപ്പോ പുറത്തുപോയ 19 ലക്ഷം മനുഷ്യരിൽ 5 ലക്ഷം ആളുകൾ ആ ഇസ്ലാം മതവിശ്വാസികളിൽ കുറച്ച് ആളുകൾ ഈ ഫഖ്റുദ്ദീൻ അലിയുടെ കുടുംബാംഗങ്ങളാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ കുടുംബം പൗരത്വപ്പെട്ടേക്ക് പുറത്തേക്ക് പോകുമ്പോ നിങ്ങൾ പറയുകയാണ് ഈ രാജ്യത്ത് ഒരു മനുഷ്യന്റെ ഈ പൗരത്വത്തിന്റെ പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ എന്തിനാണ് ഇത്തരം നിലപാട് സ്വീകരിക്കുക? അതാണ് NRC. അത് നടപ്പിലാക്കിയപ്പോ അസാമിൽ 14 ലക്ഷം ഹിന്ദുസ് പുറത്തുപോയി, 5 ലക്ഷം മുസ്ലിങ്ങൾ പുറത്തുപോയി. 14 ലക്ഷം ഹിന്ദു പുറത്തു പോയപ്പോഴാണ് സംഘപരിവാറിന് ബോധ്യപ്പെട്ടത് ഈ നിയമം എല്ലാ സംസ്ഥാനത്തും നടപ്പിലാക്കിയാൽ രേഖകൾ ഹാജരാക്കാത്തതിന്റെ ഭാഗമായി പുറത്തു പോകപ്പെടുന്ന മനുഷ്യർ വിവിധ മതത്തിലുള്ളവരുണ്ടാവും. അതിൽ ഹിന്ദുവും ഉണ്ടാവും, ക്രിസ്ത്യാനിയും ഉണ്ടാവും, മുസ്ലിമും ഉണ്ടാവും. അപ്പോഴാണ് 2019 ഒരു ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നത്. ഈ രാജ്യത്തേക്ക് കടന്നു കയറിയ, ഈ രാജ്യത്തേക്ക് വന്നു താമസിക്കുന്ന, ഈ രാജ്യത്ത് താമസിക്കുന്ന മനുഷ്യരിൽ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ജൈനനും പാഴ്സിക്കും സിഖുകാരനും എല്ലാം പൗരത്വം കൊടുക്കാം. ഈ രാജ്യത്തെ ഇസ്ലാമിന് നിങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകാൻ നിങ്ങൾ അർഹരല്ല. അതാണ് ഭരണഘടനാ വിരുദ്ധം. അതാണ് ഭരണഘടനാ വിരുദ്ധം. ഭരണഘടന പറയുന്നുവല്ലോ, കശ്മീരിൽ നിങ്ങൾ ഭരണഘടനയെ റദ്ദു ചെയ്തു. നിങ്ങൾ മുത്തലാഖിന്റെ ഭാഗമായി ഭരണഘടനയെ തൊട്ടുകളിച്ചു. പൗരത്വത്തിന്റെ ഭാഗമായും നിങ്ങൾ ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുന്നു. ഞങ്ങൾ അടങ്ങിയിരിക്കണമെന്നാണോ നിങ്ങൾ കരുതുന്നത്? ആ നിശബ്ദതയിൽ നിന്ന് ഇന്ത്യ ഉയരുകയാണ്. ഇന്ത്യയുടെ സർവകലാശാലകൾ, ഇന്ത്യയുടെ ക്യാമ്പസ്, ഇന്ത്യയുടെ തെരുവുകൾ. ഞങ്ങൾ അസാമിൽ കണ്ടുപോയ പൂണൂലിട്ട മനുഷ്യനാണ്. ഇവിടെ മോഡിക്കും അമിത്ഷായ്ക്കും സ്ഥാനമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ജീവിച്ച പൗരന്മാരെ നിങ്ങൾ ആട്ടിയോടിക്കാൻ പരിശ്രമിക്കുമ്പോൾ മതമല്ല പ്രശ്നം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സമരത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഇത് മതമല്ല പ്രശ്നം, ഇത് മതസാഹോദര്യത്തിന്റെ നാടാണ് ഇന്ത്യ. ഇന്ത്യ അങ്ങനെ ഒരു നാടാണ്. ആരാണ് അഭയാർത്ഥി? നമ്മൾ അതുകൂടി ചർച്ച ചെയ്യപ്പെട്ടത്. ആരാണ് അഭയാർത്ഥി? നിങ്ങൾ കണ്ടില്ലേ, ഈജിപ്തിന്റെ കടൽ തീരത്ത് ഒരു 5 വയസ്സുള്ള കുഞ്ഞ് ആ കടൽ തീരത്തെ ചുംബിച്ചിങ്ങനെ കിടക്കുന്നത്. സിറിയയിൽ കലാപം ഉണ്ടായപ്പോ, സംഘർഷം ഉണ്ടായപ്പോ കയ്യിലുള്ളതെല്ലാം ഉപേക്ഷിച്ചു. എന്താണോ കിട്ടുക? കുഞ്ഞുങ്ങളെയാണോ കിട്ടുക? ആ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട്. ഉറ്റവരെയാണോ കിട്ടുക? ആ ഉറ്റവരെ എടുത്തുകൊണ്ട്. എവിടെയാണോ ജീവിക്കാനാവുക, എവിടെയാണോ ഈ ജീവൻ നിലനിർത്താനാവുക, ആ ജീവൻ നിലനിർത്താൻ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി നടന്നു പോകുന്ന മനുഷ്യന്റെ പേരാണ് അഭയാർത്ഥി. നമ്മൾ സേഫ് സോണിലാണ് കേരളത്തിൽ. നമ്മൾ അഭയാർത്ഥിയെ കണ്ടിട്ടില്ല. അങ്ങനെ വരുന്ന മനുഷ്യന്റെ പേരാണ് അഭയാർത്ഥി. തന്റെ ജീവൻ സംരക്ഷിക്കാൻ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി നടന്നു വരുന്ന മനുഷ്യന്റെ മതം നോക്കുന്ന നിങ്ങൾ മനുഷ്യരോ നരാധമന്മാരോ? എങ്ങോട്ടാണ് ഇന്ത്യ കൊണ്ടുപോവുക? അത്തരം ഒരു യാത്രക്കിടയിലാണ് ഐലൻഡ് കൃതി ബോട്ടിൽ നിന്ന് വീണ് ആ കടൽ തീരത്തേക്ക് കടൽ ആ കൊച്ചുകുഞ്ഞിനെ കൊണ്ടുവന്നിട്ടത്. ആരാണ് കുഞ്ഞിന് ജന്മം നൽകിയത്? എങ്ങനെയാണ് ആ കുഞ്ഞ് ഒരു കടൽ തീരത്ത് ഇങ്ങനെ കിടക്കുന്നത്? തന്റെ ഭൂമി വിട്ട്, താൻ ജനിച്ച മണ്ണ് വിട്ട് ഏതെങ്കിലുമൊക്കെ കാരണത്തിന്റെ ഭാഗമായി അഭയാർത്ഥിയായി ഓടിപ്പോകുന്ന മനുഷ്യൻ. അഭയാർത്ഥിക്ക് മതമുണ്ട്. അവൻ ജന്മനാട് വിട്ട് പോവുകയാണ്. ഇവിടെ എത്രയോ BJP-ക്കാർ പറയുന്നു നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകും. വെറുതെ പറയുന്നതാണ് എന്നാണോ നാം കരുതുക? അല്ല, അത് സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയമാണ്. നിങ്ങളുടെ താത്വിക ഗ്രന്ഥത്തിൽ വിചാരധാരയിൽ RSS എഴുതി വെച്ചിരിക്കുന്നു ഈ രാജ്യത്തിന് പരവുമായ ഒരു മതമുണ്ട്. വെറുതെ പറയുന്നതല്ലേ. ഇപ്പൊ നമ്മളിപ്പോ കാണും ഈ സരനൊക്കെ ദിവസവും മിക്കവാറും ചാനലിലേക്ക് പോകുന്നതാണ്. ചാനലിൽ നിന്ന് ചില ഒരു കാര്യവും ആധികാരികമായി പറയാത്ത ചില ആളുകൾ, ചില BJP നേതാക്കന്മാർ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ അവർ പറയുകയാണ് നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകും. പാകിസ്ഥാൻ അവിടെ പോകാൻ ഇതാണോ? പാകിസ്ഥാനാണോ നമ്മുടെ മാതൃരാജ്യം? എന്തുകൊണ്ട് അവർ പറയുന്നു? ഏതൊരു RSS നേതാവും അങ്ങനെ പറയുന്നത് അവരൊരു തത്വസംഹിതയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതായതുകൊണ്ടാണ്. അവർ പഠിച്ചു വച്ചിരിക്കുന്നത് വിചാരധാരയാണ്. വിചാരധാര പറയുന്നു ഈ രാജ്യത്തിന്റെ പരമമായ ഒരു മതമുണ്ട്. ഈ രാജ്യത്തിന്റെ പരമമായ മതത്തെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാൻ ഈ രാജ്യത്തെ മറ്റു മതങ്ങൾ തയ്യാറാവണം. അല്ലാത്തവർ ഈ രാജ്യത്ത് നിന്ന് പലായനം ചെയ്യുകയോ ഈ രാജ്യം വിട്ടു പോവുകയോ ചെയ്യണം. അതുകൊണ്ടാണ് അവർ നമ്മെ നോക്കി പാകിസ്ഥാനിലേക്ക് പോകാൻ ആക്രോശിക്കുന്നത്. ഈ നാട് നാം പിറന്നു വീണ നാടാണ്. സംഘപരിവാരത്തെക്കാൾ ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരദേശാഭിമാനികളായ മുസ്ലിം സഹോദരന്മാർ ജീവിച്ചു മരിച്ച നാടാണ് ഇന്ത്യ.
ഈ നിയമം കൊണ്ടുവന്നു ഇസ്ലാം മതവിശ്വാസികളായ മനുഷ്യർ ഇന്ന് പൗരത്വ പട്ടികയ്ക്ക് പുറത്തേക്ക് പോകാൻ പറയുന്ന സംഘപരിവാർ RSS, നിങ്ങൾ ഈ രാജ്യമായി മാറാൻ എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചവരാണോ? നിങ്ങൾ മാപ്പെടുത്തി കൊടുത്ത ചരിത്രമുള്ളവരാണ്. നിങ്ങൾ കൊലയുടെ നേതാവ് മാത്രമാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി പറയാനെങ്കിലും കഴിയുന്നത്. സവർക്കർ ആൻഡമാൻ ജയിലിലേക്ക്, സെല്ലുലാർ ജയിലിലേക്ക് അടയ്ക്കുമ്പോ തന്റെ ഏകാന്ത തടവ് അവസാനിപ്പിക്കാൻ ബ്രിട്ടീഷ് മേധാവിത്വത്തിന് മുമ്പിൽ മാപ്പെഴുതി കൊടുത്ത സവർക്കറുടെ പാരമ്പര്യമുള്ള RSS ഈ രാജ്യത്ത് ധീരദേശാഭിമാനികളായ മുസ്ലിം സഹോദരന്മാരുടെ പിന്തുടർച്ചയെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ രാജ്യം വിട്ടു പോകാൻ പറഞ്ഞാൽ മനസ്സില്ല എന്ന് പ്രഖ്യാപിക്കുന്ന പ്രതിരോധ സംഗമമാണ് ഇവിടെ ചേർന്നത്. ഇത് മഹത്തായ ധീരദേശാഭിമാനികളുടെ നാടാണ്, മഹത്തായ ധീരദേശാഭിമാനികളുടെ നാട്. ബ്രിട്ടീഷ് പോലീസിന്റെ പിടിയിലാകുമ്പോ വെടിവെച്ച് കൊലപ്പെടുമെന്ന് ബോധ്യമുള്ളപ്പോ നിങ്ങൾക്ക് മക്കയിലേക്ക് പോകാം എന്ന് ബ്രിട്ടീഷുകാരൻ ഔദാര്യം വെച്ച് പറയുമ്പോ വാരിയംകുന്നത്ത് മുഹമ്മദ് ഹാജി ബ്രിട്ടീഷുകാർക്കെതിരായി പറഞ്ഞ വാചകമുണ്ട്, മക്ക എനിക്ക് ഇഷ്ടപ്പെട്ട നാടാണ്, പക്ഷേ എന്റെ മാതൃരാജ്യം മക്കയല്ല, എന്റെ മാതൃരാജ്യം ഇന്ത്യയാണെന്ന് പ്രഖ്യാപിച്ച വാരിയംകുന്നത്ത് മുഹമ്മദ് ഹാജിയുടെ പിന്തുടർച്ചയാണ് ഈ രാജ്യത്തുള്ളത്. ഈ രാജ്യത്ത് ഒരാളിന്റെയും പൗരത്വം നിർണ്ണയിക്കാൻ, ഭരണഘടനയെ തകർത്ത് പൗരത്വം നിഷേധിക്കാൻ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഈ തെറ്റായ നിയമത്തിനെതിരായി സന്ധിയില്ലാത്ത പോരാട്ടങ്ങൾ തുടരുക തന്നെ ചെയ്യും എന്ന മഹത്തായ പ്രഖ്യാപനമാണ് ഈ പ്രതിരോധ സംഗമങ്ങൾ. അതിന് ഒരു മതത്തിന്റെ ഭാഗമായ കൂടിച്ചേരൽ മാത്രമല്ല ഉണ്ടാവേണ്ടത്. എന്തുകൊണ്ടാണ് RSS വളരാത്തത്? എന്തുകൊണ്ടാണ് രാജ്യത്ത് ഈ നാട്ടിൽ സംഘപരിവാർ ശക്തിപ്പെടാത്തത്? സംഘപരിവാർ ശക്തിപ്പെടാത്തത് ഹിന്ദു മതവിശ്വാസത്തിൽ തന്നെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ അവർ മതേതരവാദികളായി സംഘപരിവാരത്തെ എതിർക്കുന്നതിന്റെ ഭാഗമാണ്. RSSന്റെ വളർച്ചയെ തടയുന്നത് ഹിന്ദു മതത്തിലെ തന്നെ ഈ രാജ്യത്തെ മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും പാഴ്സിയെയും സഹോദരതുല്യമായി സ്നേഹിക്കാൻ കഴിയുന്ന മതേതര ബോധമുള്ള മനുഷ്യർ ആ മതവിശ്വാസത്തിന്റെ ഭാഗമായി മുന്നണിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്കുണ്ടാവേണ്ടത് ഒരു മതേതരമായ യോജിപ്പാണ്. ഇത് പ്രത്യക്ഷമായി ഈ അമെൻമെന്റ് ആക്ടിലൂടെ ഇപ്പോ ഇസ്ലാം മതവിശ്വാസികൾക്കാണ് പ്രശ്നമെങ്കിലും അവർ ഭരണഘടന ഭേദഗതി ചെയ്ത് നാളെ അവർക്ക് വിരോധമുള്ള മുഴുവൻ മനുഷ്യരെയും ഇന്ത്യയിൽ നിന്ന് ആട്ടിയോടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. അവർ ആദ്യം വെടിയുതിർക്കുന്നത് അവരുടെ ആഭ്യന്തര ശത്രുക്കളിൽ ആദ്യത്തെ ശത്രുവായ ഇസ്ലാമിനെതിരെയാണ്. അവരുടെ വിചാരധാരയിൽ പറയുന്നു, അത് പറയാതിരിക്കാനാവില്ല, ഞങ്ങൾക്ക് 3 ശത്രുക്കൾ. 925 എഴുതിയതാണ്, ഞങ്ങൾക്ക് 3 ശത്രുക്കൾ. 19ാമത്തെ പേജിൽ അവർ പറയുന്നു, ഞങ്ങളുടെ ശത്രു, ഒന്നാമത്തെ ശത്രു അത് ഇസ്ലാമാണ്, ഞങ്ങളുടെ രണ്ടാമത്തെ ശത്രു അത് ക്രിസ്ത്യാനിയാണ്, മൂന്നാമത്തെ ശത്രു അത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അങ്ങനെ ആട്ടി ഓടിക്കാൻ മതനിരപേക്ഷവാദികൾ, ജനാധിപത്യവാദികൾ ഈ രാജ്യത്തെ മതനിരപേക്ഷമായി മനുഷ്യനെ അണിനിരത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരെയും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങൾ, കിരാത നിയമങ്ങൾ ഈ രാജ്യത്ത് സംഘപരിവാർ സ്വീകരിക്കുകയാണ്. നമുക്ക് ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാം, പ്രതിഷേധിക്കാം. അതുകൊണ്ടാണ് കേരളം ഒരു മാതൃകയായി. പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരുമിച്ച് തിരുവനന്തപുരത്ത് സമരം നടത്തി. 139 MLA-മാർ. രാഷ്ട്രീയ വ്യത്യാസങ്ങളുണ്ട്, രാഷ്ട്രീയ നിലപാടുകളിൽ ഇന്നലെയും വ്യത്യാസമുണ്ട്, ഇന്നുമുണ്ട്, നാളെയും ഉണ്ടാവും. അവർക്കുമുണ്ട്, ആർക്കുമുണ്ട്, എല്ലാവർക്കുമുണ്ട്. പക്ഷെ ഇത് ഒരു രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി മാറി നിൽക്കേണ്ട പ്രശ്നമല്ല. ഇത് രാഷ്ട്രീയ നിലപാടുകൾക്കപ്പുറത്ത് കൈകോർത്ത് പിടിച്ച് ഈ നാടിന്റെ ഭരണഘടനയെ സംരക്ഷിക്കേണ്ട, മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർത്തമാനകാല സാഹചര്യം.